ഇപ്പോൾ പ്രമുഖ സംവിധായകൻ ചലച്ചിത്രകാരൻ മധുപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മധുപാൽ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആ സിനിമയുടെ 17 ഭാഗങ്ങൾ, അതിൽ പറയുന്ന ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗം വെട്ടിമാറ്റുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊരു വിധി പുറപ്പെടുവിച്ചത്. ഒരു കവിത എഴുതിയതിൻ്റെ പേരിൽ അങ്ങനെ സംഘപരിവാർ ഉറഞ്ഞുകൊള്ളേണ്ടതില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. അതിൽ പെടുന്നത് തന്നെയാണ് സിനിമയും. സിനിമയിൽ കലാകാരന് പറയാനുള്ളത്, ഈ സമൂഹത്തോട് പറയാനുള്ളത് പറയേണ്ട എന്നാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചരിത്ര സത്യങ്ങൾ ഓർമ്മിപ്പിക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ കാണുന്നു ഈ എമ്പുരാനുമേൽ നടത്തുന്ന ഈ എഡിറ്റിംഗ്, ഈ കട്ടിങ്ങിനെ? എമ്പുരാന്റെ മുന്നിൽ എഡിറ്റിംഗ് നടത്തുന്നു എന്ന് പറയുന്നത് പിന്നെ ആരെങ്കിലും പറഞ്ഞതിന്റെ പുറത്താണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വേണം ഈ അങ്ങനെ ഒരു നിയമവുമില്ല. ഇതിപ്പോ നമ്മൾ പറയില്ല, ഒരു പടം സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് റീസെൻസർ ചെയ്യാൻ, റീസെൻസറിങ് എന്ന് പറയുന്നൊരു വാക്കല്ല, റീസെൻസറിങ് എന്ന സംഭവം ഉണ്ടാവില്ല. കാരണം സെൻസർ ചെയ്യുന്നൊരു സിനിമ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തന്നെയാണ്. പക്ഷെ വേണമെങ്കിൽ അതിന്റെ നിർമ്മാതാക്കൾക്ക്, ഒരു സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഇന്ന പോർഷൻസ് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സെൻസർ ബോർഡിനെ സമീപിക്കാവുന്നതും സെൻസർ ബോർഡ് ആ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യാം. അത് ഇവരുടെ താല്പര്യപ്രകാരം, നിർമ്മാതാക്കളുടെ താല്പര്യപ്രകാരമാണ് അത് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് സാധാരണ സിനിമകൾക്ക് ഈ വീണ്ടും ഒരു മോഡിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ അറിവുള്ളത്. ഇതിപ്പം ആരെങ്കിലും പറഞ്ഞത് സെൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് വേണമെങ്കിൽ ആ പടത്തിന്റെ പോർഷൻസ് വെട്ടി മാറ്റാനുള്ള, അല്ലെങ്കിൽ മാറ്റി അതിനകത്തു നിന്നും റിമൂവ് ചെയ്യാനുള്ള കാര്യം ഉണ്ടാവും. അത് വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കണം എന്നുള്ളത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സെൻസർ ബോർഡിനെ സമീപിച്ചിട്ട് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പിന്നെ കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏതെങ്കിലും ഒരു ആൾക്കാരെ ഭയന്നുകൊണ്ട് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പൊതുബോധം നമുക്കുണ്ടാവേണ്ടതാണ്, ചരിത്രബോധം നമുക്കുണ്ടാവേണ്ടതാണ്. അതില്ലാതെ വരുമ്പോൾ മാത്രമാണ് ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അത് പറയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കണ്ട. കാരണം ഈ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം പറയാനുള്ള അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ഒരു പൗരനെയാണ് നമുക്ക് വേണ്ടത്. അതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ മധുപാൽ, താങ്കൾ പറഞ്ഞതിനകത്ത് ഈ റീസെൻസർ എന്ന് പറയുന്ന പദം, സാധാരണഗതിയിൽ ഒരു സിനിമ അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞാൽ, എഡിറ്റിംഗ് കഴിഞ്ഞു, സെൻസർ ബോർഡ് അതിൻ്റെ റീജിയണൽ ഡയറക്ടർ ഒപ്പിടുന്നതോടെ ആ സിനിമ പ്രദർശനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. പിന്നീട് അതിൽ നടക്കുന്ന ഏത് കൂട്ടിച്ചേർക്കലും അതിലെ മോഡിഫിക്കേഷനും എല്ലാം സെൻസർ ബോർഡിൻ്റെ അനുമതി തന്നെ വേണം. ഇവിടെ ഒരു ഭയപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയാണ് ഈ സിനിമയിലെ പ്രശ്നമായ ഭാഗങ്ങൾ ഇതാണ്, അത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ്, അത് ഒഴിവാക്കുക. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർമ്മാതാവ് സുരേഷ് കുമാർ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് നിർമ്മാതാക്കളോട് സംസാരിച്ചു, ഈ ഭാഗം ഒഴിവാക്കി വീണ്ടും റീസെൻസറിങ്ങിന്, ആ റീസെൻസറിങ് എന്ന പദം താങ്കൾക്കാണ് അറിയാൻ കഴിയുക. അങ്ങനെ ഒരു പദം ഉണ്ടോ എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. റീസെൻസർ ഇല്ല, റീസെൻസറിങ് എന്നൊരു വാക്കില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ റീജിയണൽ സെൻസർ ഓഫീസർ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാവുന്നതുമാണ്. കാരണം നമ്മളൊരു വാർത്ത വരുമ്പോൾ വാക്കുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു രീതി കൂടെ ഉണ്ടാവണം എന്ന് എനിക്കൊരു അതുപോലെ സംശയം കൂടിയാണ് ചോദിച്ചത്. കാരണം നമ്മൾ ഈ വാർത്ത വരുമ്പോൾ റീസെൻസർ എന്ന് പറയുന്നതിനേക്കാൾ ഈ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വീണ്ടും നിർമ്മാതാക്കൾ അവരെ സമീപിക്കുന്നു, അത് ശരിയായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്? അതെ, അതായിരിക്കാം, അതുണ്ടാവാം. അത് മോഡിഫിക്കേഷൻ ആണ്. അത് മുമ്പും പല സിനിമകൾക്കും ഇതുപോലത്തുള്ള മോഡിഫിക്കേഷൻ ഉണ്ടാവാറുമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയും, ചില സിനിമകൾ എവിടേക്കെങ്കിലും നമ്മൾ ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറയുമ്പോൾ സെൻസർ ചെയ്ത് വേണം ഫെസ്റ്റിവലിന് അയക്കണം എന്നുണ്ടെങ്കിൽ ആ ചില ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നിയാൽ ആ ഒഴിവാക്കിയ ഭാഗങ്ങൾ മാറ്റിയിട്ട്, കാരണം ഇതിനകത്ത് ആദ്യം സെൻസർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫുട്ടേജും അതേ ടൈമിങ്ങും ഒക്കെ തന്നെ ആയിരിക്കും, അതേ സെൻസർ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു അറ്റാച്ച്മെന്റ് മാത്രമാണ്, മോഡിഫൈഡ് വേർഷനാണ് ഇത് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് മാത്രമാണ് ഉണ്ടാവുന്നത്. ആ മോഡിഫൈഡ് വേർഷന് വേണ്ടിയിട്ട് സാധാരണ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ സെൻസർ ബോർഡിനെ സമീപിക്കാറുള്ളത്. അത് ചെയ്തെടുക്കുന്നത് സ്വാഭാവികമായിട്ടും പല ചലച്ചിത്രങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആരെങ്കിലും, ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം ആരെങ്കിലും ഒരാൾ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ വാർത്തകൾ കേൾക്കുകയേ ഉണ്ടായിട്ടുള്ളൂ. നിർമ്മാതാക്കൾ അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും എനിക്കും അറിയാവുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത് അവരുടെ
ഇഷ്ടവും അവരുടെ താല്പര്യങ്ങളും അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമായിട്ട് അവരുടെ അവകാശങ്ങളാണത്. അതാണ് ശ്രീ മധുപാൽ, അവകാശം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ചലച്ചിത്രകാരന്റെ അവകാശം, താങ്കൾ അടക്കമുള്ളവർക്ക് നേരെ ആ കത്രിക, താങ്കൾ കൃത്യമായ രാഷ്ട്രീയ സിനിമകൾ എടുത്ത ആളാണ്, രാഷ്ട്രീയം പറഞ്ഞ സിനിമകൾ എടുത്ത ആളാണ്. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ല, അപ്പൊ അത് പറഞ്ഞിട്ട് അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ നിർമ്മാതാക്കളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഇങ്ങനെ ഭീഷണിയുടെ ഒരു അന്തരീക്ഷം, ഭയത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ എങ്ങനെ സിനിമകൾ എടുക്കാൻ കഴിയും? ആവശ്യമില്ല. കാരണം ഇതിനു മുമ്പ് ഇവിടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള പല സിനിമകളും, ഇന്ത്യയിൽ തന്നെ പല സിനിമകളും വന്നിട്ടും ഈ രീതിയിൽ പീക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പോൾ ഇതേ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതിവിടെ അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞ എനിക്ക് വേറൊരു തരത്തിൽ ഞാൻ വായിച്ചെടുക്കുന്നത്, ഇങ്ങനെ ഭയക്കേണ്ടതില്ല, ആ സിനിമ അങ്ങനെ തന്നെ പോകട്ടെ എന്ന നിലപാട് വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് എടുക്കാം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ വേണമെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നിർമ്മാതാക്കളുടെ തീരുമാനമാണ് ഇതിനകത്തുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിർമ്മാതാക്കളുടെ തീരുമാനമേ പറ്റുള്ളൂ. ഒരു സിനിമ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ നിർമ്മാതാവും അതിന്റെ സംവിധായകനും ഒക്കെ തന്നെയാണ്. അത് പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് അവരുടെ അവകാശമല്ലേ. അപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ അതിനകത്ത് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെ കൃത്യമായ റൈറ്റുള്ള അവകാശമുള്ള ഒരു രാജ്യത്ത് ഇത്തരം രീതിയിൽ വീണ്ടും വന്നിട്ട് ആരെങ്കിലും ഭയപ്പെടുത്തുന്നതിനകത്ത് നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇത് താങ്കൾക്കറിയാമല്ലോ, ഇതൊരു സിനിമ ഒരു വ്യവസായമാണ്. ഈ നിർമ്മാതാക്കൾക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തെക്കുറിച്ച് അറിയാം. സ്വാഭാവികമായും ഭയപ്പെടുത്തി തന്നെയാണ്, താങ്കൾ പറയുന്ന അവകാശത്തിനും അപ്പുറത്തേക്ക് ഭയപ്പെടുത്തി മാറ്റുന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. താങ്കൾ ഞാൻ പറഞ്ഞത് കേട്ടെന്ന് കരുതുന്നു ശ്രീ മധുപാൽ. അതായത് ഇവിടെ എങ്ങനെയാണ് ഈ ചിത്രം മോഡിഫൈ ചെയ്തത്, നമ്മൾ പറയുന്ന റീസെൻസർ എന്ന പദം മാറ്റിവെക്കുക, ആ ചിത്രം മോഡിഫൈ ചെയ്ത് വീണ്ടും പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഭയപ്പെടുത്തലിൻ്റെ അംശമുണ്ട്. നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പണം മുടക്കിയുള്ള ഒരു കളിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ, കോടികൾ മുടക്കുന്നതാണ്. ഈ ഭരണകൂടം എന്ന് പറയുന്നതിനെ പേടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സിനിമാ നിർമ്മാതാക്കൾക്ക്, സംവിധായകർക്ക്, എഴുത്തുകാർക്ക് വരുന്നു എന്ന് പറയുന്ന വല്ലാത്തൊരു അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തീർത്തും മോശമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ഒരു മനുഷ്യന് പറ്റുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് തീർത്തും അടിവരയിടുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ സത്യം വിളിച്ചു പറയാൻ നമുക്ക് പറ്റാതാകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ അടിമത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതോ ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ കീഴിൽ അവർക്ക് താല്പര്യമുള്ളത് മാത്രം പറയണമെന്ന് വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി മാത്രം അവർ പറയുന്നതാണ് മുഴുവൻ, അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ അടിമകൾ തന്നെയാക്കി മാറുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ മധുപാൽ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതായാലും. എമ്പുരാൻ സിനിമയിലെ 17 ഭാഗങ്ങൾ നീക്കിയ ശേഷം വീണ്ടും മോഡിഫൈ ചെയ്ത് സിനിമ പ്രദർശിപ്പിക്കാൻ നിർമ്മാതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇടനിലക്കാരനായി ജി സുരേഷ് കുമാർ നിർമ്മാതാവ് വരുന്നു എന്നുള്ള, ഇടനിലക്കാരനായി എന്ന് പറയുമ്പോൾ 2 പേരുണ്ടാകാം. അതിൽ ഒരു വശത്ത് നിർമ്മാതാക്കളുള്ളത്, മറ്റു വശത്തുള്ളത് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം തന്നെയാണ്. ഇടനിലക്കാരനായി നിന്നുകൊണ്ടൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കടക്കൽ കത്തിവെക്കുന്ന, നിർമ്മാതാവിനെ സിനിമയില്ലാതാക്കുന്ന നിലപാടുമായി സംഘപരിവാർ നിർബാധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.